إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പുണ്യങ്ങളുടെ വസന്തകാലം എന്ന് പറയപ്പെടുന്ന വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും സംഗമിച്ചിട്ടുള്ളത്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമായി പഠിപ്പിക്കപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ. മറ്റുള്ള ദിവസങ്ങളെക്കാളെല്ലാം ഏറെ പുണ്യമർഹിക്കുന്ന റമദാനിലാകുമ്പോൾ കൂടുതൽ തിളക്കമേകുന്ന ഒരു ദിനത്തിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. അള്ളാഹു നമ്മുടെ നോമ്പിനെ എല്ലാ നിലക്കും സ്വീകരിക്കുന്ന
അമൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ പുണ്യങ്ങൾ ഏത് രൂപത്തിൽ നമ്മൾ പറഞ്ഞാലും ആ പുണ്യങ്ങൾക്കൊക്കെ കാരണമായത് പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനുമായി കൂടുതൽ കൂടുതൽ അടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ നമ്മൾ ഏറെ പ്രാധാന്യത്തോടു കൂടി ഉണർത്തിയ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനം ഒന്നുകൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരവസരത്തിലാണ് നാം ഉള്ളത്. നമ്മൾ വിശപ്പ് സഹിക്കുന്നത്, ദാഹം സഹിക്കുന്നത്, വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്, ക്ഷീണമെല്ലാം സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നോമ്പുകാരായത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹാവേദഗ്രന്ഥം നമ്മളിലേക്ക് അവതരിച്ചതുകൊണ്ടാണ്. അതിനാലാണ് നോമ്പ് നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നിങ്ങൾ സന്നിഹിതരായാൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു, നിങ്ങൾ നോമ്പുകാരാകണേ എന്ന് അല്ലാഹു പ്രത്യേകം ഉണർത്തി. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നുള്ളത്, അത്തരം ചില ചോദ്യങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനുമായി അടുക്കണമെന്ന് മനസ്സിലാക്കിയ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര പേജ് ഈ സമയമാകുമ്പോഴേക്ക് ഓതി തീർത്തു എന്നുള്ളതാണ്. ഇനിയും ആ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാത്തവരുണ്ട് എങ്കിൽ അവർ മാറി ചിന്തിക്കാനുള്ള സമയം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലെങ്കിൽ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യം? ദാഹം സഹിച്ചിട്ട് എന്ത് കാര്യം? കാരണം വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ സിലബസാണ്, ചൂണ്ടുപലകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഇത്രത്തോളം പുണ്യങ്ങളായ റമദാനിന് അല്ലാഹു നമുക്ക് നൽകിയിട്ട് ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ വിഷയത്തിലേക്ക് വരെ ശ്രദ്ധ പതിപ്പിക്കാത്തവരുണ്ട് എങ്കിൽ അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ കാരണമാകട്ടെ എന്നുണർത്താനാണ് ഞാനത് പറഞ്ഞത്. ഇനി ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങിയവരുണ്ടെങ്കിൽ അവർ സ്വന്തം മനസ്സിനോട് പേർത്തും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇപ്പോഴുള്ള എൻ്റെ ഖുർആനിക പാരായണം ഞാനിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോയാൽ വിശുദ്ധ റമദാനിൽ എനിക്ക് എത്രത്തോളം ഖുർആനിനെ ഓതി തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഓതി തീർക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീകളോടും മുഅ്മിനാത്തുകളോടും പറയുന്നു, ഈ റമദാനിൽ നമുക്കൊരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതി തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ നോമ്പിനെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയവരല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് സമയം ഇനിയുമുണ്ട്. ഇന്ന് തന്നെ ആ വിഷയത്തിൽ കൂടുതൽ ചിന്ത പതിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകളുടെ, എത്ര വചനങ്ങളുടെ അർത്ഥം പുതുതായി നമ്മൾ പഠിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം കേവലം പാരായണമല്ല. പാരായണം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു, സംശയമില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഉറ്റാലോചന നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ തദബ്ബുർ എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ എത്രത്തോളം ഖുർആനിക വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഒരു പുതിയ ഖുർആനിൻ്റെ ഒരു വചനം അല്ലെങ്കിൽ ഒരു പുതിയ വചനം നമ്മൾ മനസ്സിലാക്കിയോ അർത്ഥം പഠിച്ചോ എന്ന് മനസ്സിനോട് ചോദിക്കാം. കാലങ്ങളായി
ചെറുപ്രായത്തിൽ നമ്മൾ പഠിച്ചെടുത്ത ചില അധ്യായങ്ങളുടെ അർത്ഥം നമുക്കറിയാമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് തന്നെ ഓർമ്മയുണ്ടോ? അല്ലാഹു ആലം. ഞാൻ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ ഒന്നുകൂടി അതിൽ ഉഷാറാകാൻ വേണ്ടി പറഞ്ഞതാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസി ദിനേന നിർബന്ധമായി 17 തവണ ഓതേണ്ട ആളുകളാണ് നമ്മൾ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം വരെ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം വരെ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങൾ, അവർക്ക് ഈ വിശുദ്ധ റമദാൻ ഒന്ന് മാറി ചിന്തിക്കാൻ കാരണമാകണം. ഒരു ഖുർആനിൻ്റെ പുതിയ വചനത്തെയെങ്കിലും പഠിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ അർത്ഥം വായിക്കുന്ന ആളുകളോട് ഒന്നുകൂടി അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ പഠിച്ച അർത്ഥത്തിൻ്റെ തഫ്സീർ വായിക്കാൻ, അതിൻ്റെ ഒരു വിശദീകരണം വായിക്കാൻ എത്ര ആളുകൾക്ക് സാധിച്ചു? ചില ആളുകൾ പറയും, ഉസ്താദേ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, ഞങ്ങൾ എങ്ങനെയാണ് അറബി തഫ്സീറുകൾ വായിക്കുക, ഞങ്ങൾ എങ്ങനെയാണ് അറബി അറിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് തഫ്സീർ വായിക്കുക എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ള മറുപടി, മഹാനായ മുഹമ്മദ് അമാനി മൗലവി വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം കൈരളിക്ക് വേണ്ടി സമ്മാനിച്ച ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ സുന്ദരമായി നമുക്ക് വിശദീകരണങ്ങൾ നൽകിയ അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറുകൾ നമ്മുടെ പള്ളികളിലുണ്ട്. ഇനി പള്ളികളിൽ നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാൻ മടിയാണോ? നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അത് ആപ്പുകളായിട്ട് വരെ ഇന്ന് ലഭ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവും അർത്ഥവും അതിൻ്റെ തഫ്സീറും വായിക്കുമ്പോഴാണ് ഖുർആനിനോടുള്ളൊരു ബാധ്യത എന്നുള്ള രൂപത്തിൽ നിർവഹണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഖുർആനിൽ നിന്ന് നമുക്ക് എത്ര അധ്യായങ്ങൾ പുതുതായി കാണാതെ പഠിക്കാൻ പറ്റി. കേവലം പാരായണം മാത്രമല്ല ഖുർആനിനോടുള്ള ബാധ്യത, ഖുർആനിലെ അധ്യായങ്ങളെ മനഃപ്പാഠമാക്കാൻ. അമ്മ ജുസ് അറിയുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഖുർആനിലെ ചെറിയ ചെറിയ അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്തുകളാണത്. ആ അമ്മ ജുസയിലെ അധ്യായങ്ങൾ പോലും അറിയാത്ത ആളുകളാണ് വർഷങ്ങളായിട്ട് ഖുർആനിൻ്റെ ആളുകളായ നമ്മളെങ്കിൽ നമ്മൾ നഷ്ടക്കാരല്ലേ? നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃക ആരാണ്? സലഫുകളായ സഹാബികളാണ്. സഹാബത്തിൻ്റെ ജീവിതം മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, അവർ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നൊരു 10 വചനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ പറയാണ്, 11ാമത്തെ ആയത്ത് ഞങ്ങൾ പഠിക്കില്ല. എങ്ങനെയല്ലാതെ ഈ 10 ആയത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമലാക്കാതെ എന്നവർ പറയാറുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത പാരായണം മാത്രമല്ല, അതിൻ്റെ മനഃപ്പാഠം നമ്മുടെ ബാധ്യതയാണ്, അതിൻ്റെ അർത്ഥം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അതിൻ്റെ തഫ്സീർ പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങൾ കാണാതെ പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ റമദാനിലെ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഖുർആനുമായിട്ട് ഈ രൂപത്തിൽ ഈ മാസത്തിൽ നമുക്ക് അടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഖുർആനിൻ്റെ ആളുകളായിട്ട് നോമ്പ് നോൽക്കുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഖുർആനിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ ജീവിതങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വെളിച്ചമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതിയത് ഖുർആൻ സൂറത്ത് ഷൂറയിൽ 52ാമത്തെ വചനമാണ്. നമ്മുടെ ഹബീബായ പ്രവാചകനെ അള്ളാഹ് വിളിച്ചു പറയുന്ന കാര്യമാണ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. എത്ര ശ്രദ്ധേയമായിട്ടാണ് അള്ളാഹ് പറയുന്നത്. വകദാലിക ഔഹൈനാ, അപ്രകാരം താങ്കൾക്ക് നാം വഹീ നൽകിയിരിക്കുന്നു പ്രവാചക. എന്താണ് വഹീ നൽകിയിരിക്കുന്നത്? ഇലൈക്, താങ്കളിലേക്ക്, റൂഹം മിൻ അംരിനാ, കാര്യങ്ങളുടെ ആത്മാവെന്നോണം. നമ്മുടെ മനസ്സിനൊരു റൂഹുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളൊക്കെ ചലിക്കുന്നതും ഈ ഇരിക്കുന്നതും ഈ നോക്കുന്നതും ഈ അനങ്ങുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൽ റൂഹുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹ് മുകളിലേക്ക് പോകുന്ന ആ ദിവസം നമുക്ക് വീഴുന്ന പേരാണ്, ഒരു കോമൺ ജെൻഡറായി വരുന്നൊരു പേരാണ് മയ്യത്ത്. പിന്നെ നമ്മളെ കൈകാലുകൾ കൊണ്ട് എന്ത് കാര്യം? നമ്മൾ പോഷിപ്പിച്ചെടുത്ത 6 പാക്കുകൾ കൊണ്ട് എന്ത് കാര്യം? നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട്, ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വളർത്തിയെടുത്ത ശരീരം കൊണ്ടെന്ത് കാര്യം? ഈ കണ്ണ് കൊണ്ടെന്ത് കാര്യം? ഈ കൈകാലുകൾ കൊണ്ടെന്ത് കാര്യം? ഇല്ലല്ലോ. എങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ആത്മാവുണ്ട് എന്നാണ്. ആ മനസ്സിൻ്റെ ആത്മാവ് ചത്തുപോയാൽ ആ മനുഷ്യൻ ഒരിക്കലും ഒരു മനുഷ്യനാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പം ഹൃദയത്തിന് ജീവൻ നൽകുന്ന, ഹൃദയത്തിന് ആത്മാവ് നൽകുന്ന
ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. വകദാലിക ഔഹൈന ഇലൈക റൂഹം മിൻ അംരിനാ. അതാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞത്. കാര്യങ്ങളുടെ ആത്മാവായിക്കൊണ്ട് താങ്കളിലേക്ക് വഹിയായി നൽകിയ ഗ്രന്ഥമാകുന്നു ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. താങ്കൾക്ക് കിതാബ് എന്താണ്, ഈമാൻ എന്താണ് എന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു താങ്കൾ. എന്താണ് വേദഗ്രന്ഥം, എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്നറിയാത്ത ആളായിരുന്നു താങ്കൾ. വലാക്കിൻ, എന്നാൽ പ്രവാചകരെ, ജഅൽനാഹു നൂറ, ഈ വിശുദ്ധ ഖുർആനിനെ ഞാനൊരു നൂറാക്കിയിരിക്കുന്നു. അല്ലാഹ് അങ്ങനെ തന്നെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിനെ ഞാൻ നിങ്ങൾക്കൊരു വെളിച്ചമാക്കി തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കൂട്ടത്തിൽ വെളിച്ചത്തെ ഇഷ്ടപ്പെടാത്തവരാരാ? നമ്മുടെ കൂട്ടത്തിൽ വെളിച്ചത്തെ ഇഷ്ടപ്പെടാത്തവരാരാ? ഒരു ഇരുണ്ട റൂമിലിരിക്കുമ്പോൾ അവിടെ നമ്മളൊരു വെളിച്ചം കൊളുത്തി വെക്കാൻ, അല്ലെങ്കിൽ വെളിച്ചമുള്ള ഭാഗത്തേക്ക് മെല്ലെ നീങ്ങിപ്പോകാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കില്ലേ? എങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഇരുട്ടുകളെയും നീക്കം ചെയ്യുന്ന, എന്നിട്ട് അവിടെ ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത, നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. നമ്മുടെ അടിമകളിൽ ചില ആളുകൾക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും ഈ ഗ്രന്ഥം കൊണ്ട്. ഈ ഗ്രന്ഥം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് നാം ഹിദായത്ത് നൽകും. ചെറിയ കാര്യമാണോ ഹിദായത്ത് എന്നുള്ളത്? ചെറിയ വിഷയമാണോ? ലക്ഷോപലക്ഷം ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾ ഭൂമിയിൽ ജീവിക്കണില്ലേ? ആ ജീവിക്കുന്നതിനേക്കാൾ എണ്ണം ആളുകൾ മണ്ണിനടിയിലല്ലേ? സഹോദരങ്ങളെ, എത്ര ലക്ഷം ആളുകൾ ഹിദായത്ത് കിട്ടാതെ മരിച്ചുപോയി. ഇന്ന് ഹയാത്തിലുള്ള എത്ര ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്? വിരലുണ്ടാവുന്ന ആളുകൾക്കല്ലേ? ആ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടിയ നമ്മൾ ഓരോരുത്തരും ഖുർആനിനെ വായിക്കണ്ടേ, അതിൻ്റെ അർത്ഥം അറിയണ്ടേ, അതിൻ്റെ തഫ്സീർ വായിക്കണ്ടേ, അത് ജീവിതത്തിൽ തദബ്ബുർ നടത്തണ്ടേ, അത് മനഃപ്പാടമാക്കണ്ടേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഖുർആൻ കൊണ്ട് അനുഗ്രഹിച്ചവരാ നമ്മൾ. ആ ഖുർആനാകുന്ന, അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, കസ്തൂരി എന്ന് പറയുന്ന സുഗന്ധമുള്ള ഒരു വസ്തു. ആ കസ്തൂരി എന്ന് പറയുന്ന സുഗന്ധമുള്ള വസ്തു പേറി നടക്കുന്ന കസ്തൂരിമാൻ അറിയുന്നില്ല എൻ്റെ ശരീരത്തിൽ ഇത്രത്തോളം വിലപിടിപ്പുള്ളൊരു സാധനമുണ്ട് എന്ന് അറിയുന്നില്ല. നമ്മുടെ മുസ്ലിമീങ്ങളുടെ, ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിലെ പല ആളുകളുടെയും അവസ്ഥ അങ്ങനെയാണ്. ഏറ്റവും നല്ലൊരു പ്രകാശത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, സുഗന്ധത്തിൻ്റെ ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, എത്ര വലിയ ഹതഭാഗ്യരാണവർ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു ഖുർആൻ കൊണ്ട് പരാജയപ്പെടുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളുണ്ട് എന്നും പറഞ്ഞു. അല്ലാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്ന് ചോദിച്ചു നോക്കൂ മനസ്സിനോട്. എന്താ ചോദിക്കേണ്ടത്? ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരങ്ങളെ അകറ്റി പ്രകാശത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചോ? സാമ്പത്തിക രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വകാര്യ രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ, കുടുംബരംഗത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിശ്വാസ രംഗത്തെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോഴുമുണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് അള്ളയല്ലാത്തവരിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകൾ. അവർ സങ്കടങ്ങൾ പറയുന്നത് മരിച്ചുപോയവരോടാണ്, അവർ അവരുടെ വിഷമങ്ങൾ പറയുന്നത് മഹാത്മാക്കളോടാണ്, അവർ അവരുടെ തവക്കുലുകൾ നിർവഹിക്കുന്നത് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടുമാണ്. സഹോദരങ്ങളെ, ഈ മഹാരഥന്മാരായ ആളുകളൊക്കെ നമ്മോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളിപ്പിടിക്കുന്ന ഇരുട്ടിൻ്റെ വലിയ കട്ടയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്കിനെ വിഭാടനം ചെയ്യുന്ന ആയത്തുകളല്ലേ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലുള്ളത്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഓരോ വചനങ്ങളിലും തൗഹീദിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം? ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നായത്തനാക്കൽ കൗസറിൽ വരെ അല്ലാഹ് തൗഹീദ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖുർആൻ കൊണ്ട് അങ്ങനെ ഒരു പ്രകാശം കൊണ്ടുവരാൻ ഓരോ രംഗവും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ വസന്തമാണ്, അത് ഹൃദയത്തിൻ്റെ വസന്തമാണ്. അള്ളാഹിൻ്റെ റസൂൽ പറയാൻ, അങ്ങനെ ആ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തകാലമാകാൻ, പൂക്കാലമാകാൻ, സുഗന്ധത്തിൻ്റെ കാലമാകാൻ, മനസ്സിനെ ആ രൂപത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. ഏ റബ്ബേ, എൻ്റെ ഹൃദയത്തിന് ഖുർആൻ കൊണ്ട് നീ വസന്തമേകണമേ, അല്ലെങ്കിൽ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ നോമ്പിലേക്ക് എത്തി. എത്ര പെട്ടെന്നാ 3 കൊഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാ ഒരു വെള്ളിയാഴ്ച വന്നത്.
നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും വിചാരിക്കുന്നതിൻ്റെയും അപ്പുറത്ത് സമയങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഈ സമയം ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ റബീഅാക്കണമേ, വസന്തമാക്കണമേ, അല്ലേ? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു റസൂൽ അതിൻ്റെ ബാക്കിയായിട്ട് എന്താ പറഞ്ഞത്? വനൂറ സ്വദരി, വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കണമേ അല്ലാ ഈ ഖുർആനിനെ. വജലാഅ ഹുസ്നി, എൻ്റെ എല്ലാ ദുഃഖത്തിനുമുള്ള പരിഹാരമാക്കി ഈ ഖുർആനെ നീ മാറ്റണമേ. വദഹാബ ഹമ്മി, എൻ്റെ മനോക്ലേശങ്ങളും വിഷമങ്ങളും എല്ലാം നീക്കിക്കളയുന്ന ഒരു മരുന്നാക്കി വിശുദ്ധ ഖുർആനിനെ നീ മാറ്റിത്തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മനസ്സിന് വിഷമമില്ലാത്ത ആരുള്ളത്? ആ വിഷമങ്ങൾ ഖുർആനെ കൊണ്ട് നീങ്ങുന്നു പറയുമ്പോൾ എന്ത് നമ്മളെ പരിഹാരം കാണാത്തത്? എന്ത് നമ്മൾ ഉപയോഗപ്പെടുത്താത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾക്കൊരു പനി വന്നാൽ അത് 2-3 ദിവസം നീണ്ടു നിന്നാലേ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടർ പോയി കണ്ടിട്ട് അത് മാറ്റാൻ ശ്രമിക്കൂലേ? നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന വിഷമങ്ങളെ, ഹൃദയത്തെ ബാധിക്കുന്ന ഇരുട്ടുകളെ മാറ്റാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് പരിഹാരമാണ് എന്ന് നമ്മുടെ റബ്ബ് പറഞ്ഞപ്പോൾ എന്ത് നമ്മളത് ഉപയോഗപ്പെടുത്താത്തത്? ഖുർആൻ പറഞ്ഞെന്താ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞെന്താ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഈ ആയത്ത് കാണാതെ അറിയുന്ന ആളുകളായിരിക്കും അധികം ആളുകളും. എന്താ അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു മൗഇലത്ത് വന്നിരിക്കുന്നു, ഒരു സതുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ശമനമാണ് സഹോദര സഹോദരി ഖുർആൻ. നമ്മുടെ മക്കളെ ഈ ഖുർആൻ പഠിപ്പിക്കുക. പറ്റാവുന്ന ആളുകളൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കുക. നമ്മളും ഖുർആനിൻ്റെ സ്ഥിരമായിട്ടുള്ള പഠിതാക്കളാകുക. ഖുർആനുമായി എത്രത്തോളം നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം ഈമാനികപരമായി പ്രകാശപൂരിതമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വിട പറഞ്ഞിട്ട് നാലാളുടെ തോളിലേറി ഇങ്ങനെ ആടിയൊലഞ്ഞ് പോകുമ്പോൾ, ഖബറിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പം മനസ്സിലാകും ഈ ഖുർആനിനെ ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ടിയിരുന്നു എന്ന്. അങ്ങനെ സങ്കടപ്പെടേണ്ടുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ കിട്ടിയ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എത്ര ആളുകൾ തമ്മിൽ പകയിലാണ്, എത്ര ആളുകൾ തമ്മിൽ പകയിലാണ്, തമ്മിൽ വിദ്വേഷത്തിലാണ്, അസൂയയിലാണ്, കളവ് പറയുന്നവരാണ്. സഹോദരങ്ങളെ, ഈ സംഭവങ്ങളെയെല്ലാം തുടച്ചു നീക്കി പകരം നന്മയെ സ്ഥാപിക്കുന്ന, വെളിച്ചത്തെ സ്ഥാപിക്കുന്ന ശിഫാഇൻ്റെ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ഇനി ഒരു അടുത്ത ചോദ്യം എന്താണെന്നറിയുങ്ങൾ? എന്നാൽ ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഇത്തരം രോഗങ്ങളെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബയിൽ ഇങ്ങോട്ട് പറഞ്ഞ ആയത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നാളെ പരലോകത്ത് റസൂലുള്ള സമർപ്പിക്കുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ടല്ലോ, എൻ്റെ റബ്ബേ ഈ ഉമ്മത്ത് ഖുർആനിനെ അവഗണിച്ചു എന്ന്. ആ അവഗണിച്ച ലിസ്റ്റിൽ 5 വിഭാഗം പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗം ഖുർആൻ കൊണ്ട് ശിഫയെടുക്കാത്തവരാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫയെടുക്കാത്തവരാണ്. സഹോദരങ്ങളെ, ആ ശിഫയെടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ പല വഴികൾ സ്വീകരിക്കുന്ന ആൾക്കാരില്ലേ? കിടന്നുറങ്ങും, ചില ആൾക്കാർ മ്യൂസിക് കേൾക്കും, ചില ആൾക്കാർ വേറെ എന്തെങ്കിലും തിന്മകൾ ചെയ്യും, ചില ആളുകൾ ചെയ്യുന്നത് യാത്ര പോകലാണ്, ചില ആളുകൾ വേറെ ഏതെങ്കിലും വഴികൾ സ്വീകരിക്കും. അല്ലേ സഹോദര, ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് നിന്റെ മനസ്സിനെ ബാധിക്കുന്ന വിഷമങ്ങൾ ഒന്നും വേണ്ട. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ ആ സൂറത്ത് മുതൽ വെറുതെ ഇങ്ങനെ മനസ്സിരുത്തി പാരായണം ചെയ്തു നോക്കൂ നിങ്ങൾ. നമ്മളറിയാതെ നമ്മുടെ വിഷമങ്ങൾക്ക് പകരം അവിടെ സമാധാനം കടന്നു വരും. അതാണ് ഖുർആൻ. എന്തുകൊണ്ട് ആ ഖുർആനിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല? മാത്രമല്ല, നമുക്കൊക്കെ ഒരു സന്തോഷ വാർത്ത തന്നെന്താ അറിയങ്ങളെ? വിശുദ്ധ ഖുർആൻ എന്താണ്? വഹുദൻ വറഹ്മത്തുൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള റഹ്മത്താണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള ഹുദയാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്. എത്രത്തോളം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുന്നുവോ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഖുർആൻ അവതരിച്ച മാസത്തിലാണെങ്കിലോ അതിൻ്റെ തിളക്കവും മാറ്റും കൂടും. അള്ളാഹു നമ്മെ ഖുർആനിൻ്റെ തീരത്ത് അങ്ങനെ ചെന്ന് നിൽക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, തിന്മകൾ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിന്മകൾ, എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മകളിലേക്ക് എല്ലാ ദ്രംഷ്ടകളും നഖങ്ങളും കാട്ടി പല്ലിളിച്ച് നമ്മുടെ തിന്മകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മുടെ കുഞ്ഞുമക്കളും നമ്മളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ
യഥാർത്ഥ പാതയിലേക്ക്, ഹലാലിൻ്റെ വഴിയിലേക്ക് വഴി നടക്കാൻ, ആ പാതയിൽ നിന്ന് മറിഞ്ഞു വീഴാതെ, വഴുക്കി വീഴാതെ നമ്മെ പിടിച്ചു നിർത്താൻ ഈ ഖുർആൻ എന്ന് പറയുന്ന മഹാ ആയുധത്തിന് സാധിക്കുമെന്ന് തന്നെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഹുദൻ വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള ഹുദയാണ്. എന്താ ഹുദ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു, സന്മാർഗമാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള കാരുണ്യമാണ് എന്ന് പറയാൻ കാരണം, ഈ മേലെ നമ്മൾ ചോദിച്ച 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ മനസ്സിന് ഉത്തരം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചത്? പ്രധാനമായി നമ്മളൊന്ന് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധകാരങ്ങളെ അകറ്റി പ്രകാശത്തെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ്. വിശുദ്ധ ഖുർആൻ്റെ പാരായണം, അതിൻ്റെ മനപ്പാഠം, അതിൻ്റെ അർത്ഥം പഠിക്കൽ, അതിൻ്റെ തഫ്സീർ വായിക്കൽ ഈ റമദാനിൽ എത്രത്തോളം നടന്നു എന്ന് മനസ്സിനോട് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മഹാവേദഗ്രന്ഥം നന്മകളിലേക്ക്, ഹലാലുകളിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് ഖുർആനെ കൊണ്ട് നമുക്കത് സാധ്യമായോ എന്ന് മനസ്സിനോട് ഇന്നത്തെ ജുമഅ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ ഈ റമദാനെ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഇനി അടുത്ത വെള്ളിയാഴ്ച ഇപ്പോൾ വരും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ അവിടെ പറയും നമ്മൾ, അല്ലേ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് സമയം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള നമുക്കുള്ള പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് പാരായണമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത് എന്താ? ഒരു ഹർഫിന് 10 പുണ്യാണെന്നാണ്. അത് റമദാനിലാകുമ്പോൾ 700 വരെ അങ്ങോട്ട് പോവും. പക്ഷെ പ്രതിഫലം വിചാരിക്കുന്നതിൻ്റെയും അപ്പുറത്താണ്. അതുകൊണ്ടാണ് നോമ്പുകാരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കാൻ. എല്ലാ നന്മകൾക്കും അള്ളാഹ് തന്നെ കൊടുക്കുക. പക്ഷെ റമദാനിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താ? റമദാനിലെ പുണ്യങ്ങൾക്ക് അതിരുകളില്ല എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ, ഇപ്പം ഞാനിവിടെ അങ്ങനെ വന്നപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതുകയായിരുന്നു കുറേ വിശ്വാസികൾ. എത്ര പുണ്യമാണ് അവർ നേടിയെടുക്കുന്നത്. അതങ്ങനെ വെള്ളിയാഴ്ച മാത്രമാകരുത്, ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ മാത്രമാകരുത്, ജീവിതത്തിലെമ്പാടും നമുക്കത് വേണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധേയമായി കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചിരുന്ന സഹോദരങ്ങളെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ ആരാണോ, വഅഖാമുസ്സലാ, ആ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നവർ ആരാണോ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ ആരാണോ. എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്നറിയുമോ? 4 ആൾ കാണുന്ന രൂപത്തിലല്ല, സിർറം വഅലാനിയ, രഹസ്യമായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആരാണോ ധനം അത് വിനിയോഗിക്കുന്നത് ആരാണോ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടം പറ്റാത്ത കച്ചവടം ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ നിസ്കാരക്കാരുടെയും സ്വതക്കയുടെ ലിസ്റ്റിലും അള്ളാഹ് ഉൾപ്പെടുത്തിയ 3ാമത്തെ വിഭാഗം ഏതാ? അള്ളാഹിൻ്റെ ഖുർആൻ ഓതുന്ന ആളുകൾ എന്നാണ്. അവർ ഓതുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ലൻ തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടം പറ്റാത്തൊരു കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ എത്രത്തോളം നമ്മൾ മനഃപ്പാഠമാക്കുന്നുവോ നാളെ സ്വർഗത്തിലെത്തിയാൽ വിശ്വാസികളോട് അള്ളാഹ് പറയത്രേ എന്ത്? യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളോട്, മനഃപ്പാഠമാക്കിയ ആളുകളോട് അള്ളാഹ് പറയും, ഇഖ്റ വർത്തഖി, നീ എത്രയാണോ പഠിച്ചിട്ടുള്ളത് അത് നീ പാരായണം ചെയ്യുക. ആ പാരായണം ചെയ്യുന്നതിൻ്റെ ഓരോ ആയത്തനുസരിച്ച് അതേ ആകാശഭൂമികൾ അന്തരമായി ഓരോ പദവികൾ അവർക്ക് ഉയർത്തപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മക്കൾ ഹാഫിലീങ്ങളായ മാതാപിതാക്കളുണ്ടാവും. അവരോട് ഞാൻ പറയണേ, നിങ്ങൾ ചിലപ്പോൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാവില്ല, ഓലെന്താ വിചാരിച്ചിട്ടുണ്ടാവുക? എൻ്റെ മക്കളെങ്കിലും പഠിച്ചോട്ടെ എന്നാണ്. ഇനി ആ ഒരു ചിന്തയിലേക്ക് ഇപ്പോഴും എത്താത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹിഫ്ള് പഠിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിലേക്കൊക്കെ നമ്മളെ വിട്ടുകഴിഞ്ഞാൽ ഉള്ള കൂലി എന്താ നിങ്ങളെ? അവരുടെ മാതാപിതാക്കളായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം, അവരുടെ മാതാപിതാക്കളായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നാളെ പരലോകത്ത് ജനകോടികൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അള്ളാഹു ചില ആളുകളെ പ്രത്യേകം വിളിച്ച് സൽക്കരിക്കും. വയുക്ക് സവാലിദേ, എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അള്ളാഹു അല്ലേ സ്വർഗത്തിലെ വിലപിടിപ്പുള്ള 2 ജോഡി വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുമെന്നാണ്. അപ്പം ഇങ്ങനെ മാത്രമല്ല, അവരുടെ തലയിൽ അള്ളാഹു ഒരു താജിനെ, പ്രത്യേകമായൊരു കിരീടത്തെ വെച്ചു കൊടുക്കും. സൂര്യനേക്കാൾ വെട്ടിത്തിളങ്ങുന്ന ഒരു കിരീടമായിരിക്കുന്നതാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, ഈ ആദരിക്കപ്പെടുന്ന മാതാപിതാക്കൾ ചോദിക്കും, അല്ലാഹ് എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ ആദരവ്, ഈ നല്ല ജോഡി വസ്ത്രം?
ഈ കാണുന്ന ഈ കിരീടം ഇതൊക്കെ ഞങ്ങൾക്ക് എന്തിൻ്റെ പേരിൽ കിട്ടിയതാണ്? ആ മാതാപിതാക്കളോട് അല്ലാഹ് പറയുമത്രേ, അതെ, ബി അഖദി വലദിക്കുമൽ ഖുർആൻ, നിന്റെ മക്കൾ ഖുർആൻ പഠിക്കുന്നവരായിരുന്നില്ലേ എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കുന്നവരാക്കിയാൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്ന നേട്ടം, ആദരവാണ്. നാളെ പരലോകത്ത് അല്ലാഹു അവരെ പ്രത്യേകം ഒരു താജ് വെച്ചു കൊടുത്ത് ശരീരത്തിൽ വസ്ത്രം അണിയിപ്പിച്ചു കൊടുത്ത് ആദരിക്കുമെന്നുള്ളത് അത്രത്തോളം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയുക. സഹോദരങ്ങളെ, മൂന്നാമത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഖുർആൻ ഉറ്റാലോചിക്കുക എന്നുള്ളത്. ആ ആലോചന നമ്മുടെ ജീവിതത്തിൽ വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ വചനം കേട്ട് ബോധരഹിതനായി വീണ് ഒരു മാസം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം രോഗിയായി തീർന്നത് നമ്മൾ പറയുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സലഫുകളിൽപ്പെട്ടൊരു മഹാപണ്ഡിതനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല എന്ന താബിഈ. അദ്ദേഹം പറയുകയാണ്, ഞാൻ സൂറത്തുൽ ഹൂദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ ഒരു സ്ത്രീ എൻ്റെ അടിയിലേക്ക് കടന്നു വന്നു. സൂറത്തുൽ ഹൂദിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്ത്യനാളുമായി അതിൻ്റെ സംഭവവികാസങ്ങളുമായി ഏറെ ഗൗരവത്തോടു കൂടി അള്ളാഹ് സംസാരിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, എൻ്റെ തലയിലെ മുടി നരപ്പിച്ചത് ഹൂദുൻ വഅഖവാതുഹ എന്ന് പറഞ്ഞത്, എൻ്റെ തലയിലെ മുടി നരക്കാൻ തന്നെ കാരണം ഹൂദ് സൂറത്തും അതിൻ്റെ സഹോദരിമാരായ അധ്യായങ്ങളുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആ സൂറത്തുൽ ഹൂദിനെ കുറിച്ച് താബിഈയായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റഹിമഹുള്ള പറയുകയാണ്, ഞാൻ സൂറത്തുൽ ഹൂദ് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ എൻ്റെ അരികിലേക്കൊരു സ്ത്രീ കടന്നു വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണോ താങ്കൾ സൂറത്തുൽ ഹൂദ് ഓതുന്നത് എന്ന്? ഇങ്ങനെയാണോ സൂറത്തുൽ ഹൂദ് ഓതുന്നത്? അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെയാണ് ഓതേണ്ടത്? ആ സഹോദരി പറയുകയാണ്, 6 മാസമായി ഞാൻ ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? വളരെ കുറച്ച് ആയത്തുകളേ ഉള്ളൂ. ഇപ്പം എന്തേ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റാത്തതുകൊണ്ടാ? അല്ല, അതിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും പള്ളിൻ്റെ മൂലക്ക് ഇരിക്കുമ്പോൾ ഒരു പരിഭാഷ എടുത്ത് വായിച്ചു നോക്ക്. സൂറത്തുൽ ഹൂദിൻ്റെ അർത്ഥങ്ങൾ വായിച്ചാൽ ഈമാനുള്ള മനസ്സുകൾ കിടുങ്ങിപ്പോവും. അന്ത്യനാളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരാമർശിക്കുന്ന ഒരു സൂറത്താണ്, ഒരു പ്രവാചകൻ്റെ പേരിലുള്ള അധ്യായമാണ്. എന്നിട്ട് ആ സ്ത്രീ പറയണേ, 6 മാസമായി ഞാൻ ഓതുകയാണേ, അത് തീരുന്നില്ല എന്ന്. എന്തേ കാരണം? അതിനെക്കുറിച്ച് ഉറ്റാലോചന നടത്തിക്കൊണ്ട്. അതാണ് ഖുർആൻ ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഈ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അതല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ മുകളിൽ പൂട്ടുകളിട്ട് വച്ചിരിക്കുകയാണോ? ഖുർആൻ 1-2 സ്ഥലങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണത്. അതുകൊണ്ട് നിങ്ങളൊരു വെറും ഖുതുബയായിട്ട് കാണാതെ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഏതൊക്കെ പോയിന്റുകളുണ്ടോ, ഈ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നാലും അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, പള്ളിയുടെ ഒരു മൂലയിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ടെങ്കിലും നമ്മുടെ ജോലി സമയങ്ങളൊന്ന് സമയം ഷെഡ്യൂൾ ചെയ്ത് ഈ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാനും. നിങ്ങൾ നോക്ക്, റമദാൻ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റണം, ഖുർആനിലൊരു പുതിയ സൂറത്ത് എനിക്ക് റമദാനിൽ പഠിക്കാൻ പറ്റിയല്ലോ എന്ന്. അങ്ങനത്തെ ഒരു ചാരിതാർത്ഥ്യം നമുക്ക് റമദാൻ കഴിഞ്ഞുണ്ടായാലേ നമ്മൾ നോമ്പിനെ ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അള്ളാഹു ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ ഖുർആനിൻ്റെ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്ന ആളുകൾ, പഠിക്കാൻ സമയമില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ പുണ്യത്തിലായി ജീവിക്കുന്നവനാണ്, പുണ്യത്തിലായി മരണപ്പെടുന്നവനാണ്. സഹോദരാ, എന്തിനാ ജുമഅക്ക് വന്നത്? എന്തിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്? എന്തിനാണ് നമ്മൾ നമ്മുടെ ചോര നീരാക്കിയ അധ്വാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സമ്പത്ത് മറ്റുള്ളവർക്ക് നമ്മൾ സ്വതക്ക ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഹജ്ജും ഉംറയും ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ലേ? എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാരാണോ
അത്ര വലിയ പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥമാണ് സഹോദരങ്ങളെ ഖുർആൻ. എങ്ങനെ പറഞ്ഞത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണ്? വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ്. ആ വിശുദ്ധ ഖുർആനിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 5027 അല്ലേ ഹദീസാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസിനെ റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകളൊക്കെ റിവായത്ത് ചെയ്ത സഹാബിയാണ്. മുൻകാലക്കാരായ സഹാബികൾ, ആദ്യകാലായ സഹാബികളിൽ നിന്നൊന്നും വല്ലാതെ ഹദീസുകളൊന്നും ഈ ലോകത്തിന് കിട്ടിയിട്ടില്ല. കാരണം അന്നൊന്നും ഹദീസുകളെ രേഖപ്പെടുത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവസാന കാലഘട്ടത്തിലുള്ള സഹാബികളാണ് വല്ലാതെ ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ചത്. പക്ഷേ മുൻകാലക്കാരായ ഉസ്മാൻ റളിയല്ലാഹു പോലെയുള്ള സഹാബികളൊക്കെ റിവായത്ത് ചെയ്ത, എന്താ പറയുക, നമ്മൾ മണിമുത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു തങ്കക്കട്ടിയായ ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണ്? വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. സാന്ദർഭികമായി ഞാൻ വീണ്ടും ഉണർത്തുകയാണ്, ഇന്ന് യൗമുൽ ജുമുഅയാണ്. ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 5 മണിക്ക് 5:15 നമ്മൾ പള്ളിയിലെത്തിയാൽ സൂറത്തു ത്വാഹയിലെ ചില വചനങ്ങൾ നമ്മളിവിടെ ഖുർആൻ പഠനം നടത്തുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിവിടെ പഠിക്കാറുണ്ട്. നോമ്പായതുകൊണ്ട് നമ്മൾ സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി 5:15 മുതൽ 6:15 അല്ലെ 6:30 അവസാനിക്കുന്ന രൂപത്തിൽ നോമ്പ് തുറയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഉണ്ട്. ഈ പുണ്യങ്ങൾ, ഈ ഖുർആനിനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ള ആളുകൾ ജീവിതത്തിൻ്റെ ഭൗതിക തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് സമയം ഖുർആനിൻ്റെ തീരത്തേക്ക് വന്നണയാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സഹോദരങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. അതിൽ സംഘടനാ വ്യത്യാസങ്ങളോ ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആർക്കും ഏത് സമയത്തും വരാൻ പറ്റും അല്ലേ? അത് കാരണം എന്താ? വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചൂണ്ടുപലകയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഖുർആൻ പഠിക്കാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ചില ആളുകൾ പറയും, നിങ്ങളിപ്പോൾ അമാനി മൗലവിൻ്റെ തഫ്സീറിനെ കുറിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ കുഞ്ഞു അക്ഷരങ്ങളാണ്, വായിക്കാൻ പറ്റണില്ല. ചില ആൾക്കാർ അങ്ങനെ പറയലുണ്ട്. ചില ആളുകൾ പറയാൻ എന്താ, അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീർ എന്ന് പറയുന്ന ഗ്രന്ഥം ഞങ്ങൾക്ക് അത് മലയാളം വായിക്കാൻ ശരിക്കും അറിയാത്തവരാണ്, അതുകൊണ്ട് അത് വായിക്കാൻ കഴിയുന്നില്ല. ശരി, അവർക്ക് പരിഹാരമായി സഹോദര, നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്കൊരു ഉദരവും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇന്ന് ഖുർആൻ പഠിക്കാൻ ഒരുപാട് അവസരം, കേട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ ഖുർആൻ ക്ലാസ്സുകൾ. അതിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മളെ പീസ് റേഡിയോ. അതിൽ സഹോദരങ്ങളെ അന്നൂർ എന്ന് പറയുന്നൊരു ഖുർആൻ പഠന സംരംഭമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ പറയില്ലേ, കൂടുതൽ ആഴങ്ങളിലേക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ പഠിപ്പിക്കുന്ന അന്നൂർ എന്ന് പറയുന്ന പഠന സംരംഭം. നിങ്ങൾ വെറുതെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ റിവൈൻഡിലേക്ക് ചെന്ന് നോക്കിയാൽ ഇതാ ഇന്നലെ കഴിഞ്ഞു പോയ അന്നൂർ പഠന സംരംഭത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രത്യേകം അവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് അതിലേക്ക് ചെല്ലാൻ മടിയാണെങ്കിൽ ജമീൽ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. നമുക്ക് ഈ റമദാനിൽ ഉപയോഗിക്കാൻ പറ്റിയ ആപ്പുകളാണത്. തീർത്തും ഇസ്ലാമികപരമായൊരു വലിയൊരു ലൈബ്രറിയാണത്. 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്കാണ്. അതിൽ നിങ്ങൾക്ക് ഈ അന്നൂർ എന്ന് പറയുന്ന ഖുർആൻ പഠന സംരംഭത്തിൻ്റെ ഓഡിയോ കഴിഞ്ഞു പോയതെല്ലാം കിട്ടും. അത് നിങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇയർപോഡും വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ കാണി, അല്ല ഇയർഫോണും വെച്ച് ഇങ്ങനെ കേട്ടോക. അത് ചിലപ്പോൾ നിങ്ങൾ ജോലിയിലാണെങ്കിലും, നിങ്ങൾ ഡ്രൈവിങ്ങിലാണെങ്കിലും, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരാണെങ്കിലും, വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും സഹോദരങ്ങളെ ഖുർആൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറും. ആ കേൾക്കുന്ന ഓരോ സമയത്ത് നമുക്ക് കൂലിയല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ പീസ് റേഡിയോ, ജമീൽ, QHLS ഇത് മാത്രമല്ല, അതിന് പുറമെ നമ്മുടെ ഖുർആൻ വിജ്ഞാന പരീക്ഷ വരാൻ പോവുകയാണ്. അതിൻ്റെ സിലബസുകൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇറക്കിക്കഴിഞ്ഞു. ഇതൊക്കെ എന്തിനാ നമ്മൾ ഇത്തരം പരീക്ഷകളൊക്കെ വെക്കുന്നത്? അള്ളാഹുവിൻ്റെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളിൽ ഞാൻ പെട്ടു എന്ന് പറയാൻ സമയം ഉപയോഗപ്പെടുത്താൻ ഖുർആനിലെ 27, 28 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വിശുദ്ധ റമദാനിലെ പരീക്ഷ നടക്കാൻ പോണത്. നിങ്ങൾക്കൊക്കെ അതിൽ പഠിക്കാൻ പറ്റും. നമ്മൾ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ആ 2 സൂറത്തുകൾ വിശദീകരണ മാത്രങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് ആ പരീക്ഷയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവേ നിൻ്റെ ദീനി രംഗത്ത് ഞാൻ ഇത്ര സമയം ചെലവഴിച്ചല്ലോ എന്ന് നമ്മുടെ മനസ്സുകൾക്ക് പറയാൻ പറ്റും. സഹോദരങ്ങളെ, മാത്രമല്ല പറ്റുമെങ്കിൽ ഖുർആൻ ധാരാളം കേൾക്കുക. ഓത്തു മാത്രമല്ല, പഠനം മാത്രമല്ല, ഖുർആൻ കേൾക്കുന്നവർക്ക് അള്ളാഹു കാരുണ്യം രേഖപ്പെടുത്തുന്ന പറഞ്ഞത്. എന്താ ഖുർആൻ പറഞ്ഞത്? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു ഫഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ.
വഇദാ ഖുരിഅൽ ഖുർആനു വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഫസ്തമിഊ ലഹു നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ വിശ്വാസികളെ, വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വഅൻസിതു എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഓതുന്നിടത്ത് മിണ്ടാൻ പാടില്ല, അവിടെ കലവലാന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, അല്ലേ? ഇപ്പം നമ്മളെ പള്ളിയിൽ കയറി വന്നാൽ കാണാൻ ചില ആൾക്കാർ ഭയങ്കര സൗണ്ടിൽ സംസാരിക്കണോ, ഇന്നു മുതൽ നിർത്തിക്കൊള്ളണം. പല ആളുകളിൽ നിന്നും അത് സംഭവിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഭൗതികപരമായ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ അതൊക്കെ മെല്ലെ സൈഡായിട്ട് പറയാന്നല്ലാതെ ഈ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഒച്ചയിൽ സംസാരിക്കുന്നൊരു സംഗതി ഉണ്ടാകരുത്. കാരണം ഇവിടെ ഖുർആൻ ഓതുന്ന സ്ഥലാണ്, ഇവിടെ സുജൂദ് ചെയ്യുന്ന സ്ഥലാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലാണ്. അത് പ്രത്യേക സാന്ദർഭികമായി ഞാൻ ഉണർത്തിയതാണ്. ഖുർആൻ കേട്ടുള്ള കൂലി എന്താ? ലഅല്ലക്കും തുർഹമൂൻ, അവർക്ക് അള്ളാഹു കാരുണ്യം രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനമായി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുക, ജീവിതത്തിൽ അമലാക്കുക, അതോടൊപ്പം ഇത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ വിഷയത്തിൻ്റെ അവസാനം എനിക്ക് ചേർത്ത് വെക്കാനുള്ളത്. സ്വന്തം പഠിച്ച ജീവിതത്തിൽ ഇങ്ങനെ മൂലക്ക ഇബാദത്തോട്ട് നടന്ന പോരാ. ഈ ഖുർആനിൻ്റെ വെളിച്ചം കിട്ടാത്ത 1000 പേർ നമ്മുടെ നാട്ടിലില്ലേ? അവർക്ക് ഈ ഖുർആൻ എത്തിച്ചു കൊടുക്കാൻ നമ്മളെ ബാധ്യതയല്ലേ? ഖുർആൻ്റെ ഒരു പരിഭാഷ കൊടുക്കാൻ, വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ആയത്തൊന്ന് അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കാണുന്നവരോട് ഖുർആനിൻ്റെ മഹത്വം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്താ റസൂലുള്ളാഹിയോട് അല്ലാഹു പറഞ്ഞത്? ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഈ ഖുർആനെ കൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് ചെയ്യുക. ഈ ജിഹാദ് എന്ന് പറഞ്ഞ പദത്തിന് കുറേ അർത്ഥങ്ങളുണ്ട്. ചില ആൾക്കാർ വിചാരിച്ചത് വെട്ടും കുത്തും, അല്ലേ, കുത്തിയിട്ട് പണ്ടം കോടലും പുറത്തേക്ക് എടുക്കലാണെന്നാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിച്ച ബോംബെറിഞ്ഞ് മറ്റോനെ കൊല്ലലാണെന്നാണ്. ജിഹാദിന് കുറേ അർത്ഥങ്ങളിൽ ഒന്നതാണ് സായുധ സമരം ഉണ്ട്. എന്നാൽ നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യലും ഇസ്ലാമിൽ ജിഹാദാണ്. മാത്രമല്ല, നിന്റെ സ്വന്തം നഫ്സിനോട് തെറ്റുകൾ ചെയ്യാൻ നഫ്സ് പറയുമ്പോൾ ഇല്ലടാ ഞാൻ അതിലേക്കില്ല എന്ന മനസ്സിനോട് പറഞ്ഞ് ഫലിപ്പിക്കൽ ജിഹാദാണ്. മനസ്സിലായോ? ജിഹാദിന് അങ്ങനത്തെ കുറേ അർത്ഥമുണ്ട്. എങ്കിൽ ഈ വിശുദ്ധ ഖുർആനെ കൊണ്ടുള്ള ജിഹാദ് എന്താ? ദഅവത്താണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ ഖുത്ബയിൽ പറയാറുണ്ട്. അത് ഏറ്റെടുക്കാത്തവർ പരലോകത്ത് രക്ഷപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാണ്, സൂറത്തുൽ അസ്ർ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റില്ല. സൂറത്തുൽ അസ്ർ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല കൂട്ടരെ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ആ സൂറത്തിനെ കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞെന്താ? ഖുർആനിൽ 113 അധ്യായങ്ങൾ അവതരിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. എന്നാലും ഈ സൂറത്ത് തന്നെ മതിയായിരുന്നു. അത്രത്തോളം ഘനഗംഭീരമായ അർത്ഥഗർഭമുള്ള ആശയം അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ അസ്ർ. ആ അസ്റിൽ ആദ്യം പറഞ്ഞ എന്താ? 4 കൂട്ടരല്ലാത്തവരൊക്കെ നഷ്ടത്തിലാണെന്നാണ് പറഞ്ഞത്. അതൊന്ന് ഈമാനുള്ളവരാണ്, മറ്റൊന്ന് അമലു സ്വാലിഹാത്തുകൾ ചെയ്യണമല്ല. പിന്നെ ബാക്കി 2 ആളാരാ? അത് ചെയ്യുന്നുണ്ടോ പല ആൾക്കാരും? അത് കുറച്ച് ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കുള്ള പണിയാണെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചത്. എന്നാൽ മനസ്സിലാക്കിക്കോ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിക്ക് കയറിയ ഒരു സഹാബിയും ഈ ദൗത്യം ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞില്ലേ, ബല്യഹു മിന്നി വലവായ, എന്നിൽ നിന്നൊരായത്താ കിട്ടിയത്. സഹാബത്തോലെ ഒട്ടകവും കുതിര എങ്ങിട്ടാ തിരിഞ്ഞ് അങ്ങോട്ട് പോയിനാ. എന്തേ സഹാബത്തിൻ്റെ ഖബർ മദീനയിൽ എല്ലാവരും ഇല്ലാത്തത്? 10,000 സഹാബികളെ ഖബറുള്ളൂ ബക്കിയിലെ. ബാക്കിയൊക്കെ എവിടെ പോയി? ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ? ഓലക്ക് അന്യ നാടുകളിലേക്ക് ദൈവത്തിന് പോയിട്ട് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുത്ത് അവരാണ് ഇന്ന് പല നാടുകളെയും അറബി ഭാഷ സംസാരിക്കുന്ന നാടുകളാക്കി മാറ്റിയത്. എന്നിട്ട് അവർ ദഅവത്ത് നടത്തി. അവരൊക്കെ ചെല്ലണ പരലോകം തന്നെയല്ലേ ഒരു മുക്കിലുള്ള അമ്മക്കും പോകാനുള്ളത്? അതല്ല, നമുക്ക് വേറെ ലോകമാണോ? അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനെ ഏറ്റെടുത്ത് അതിങ്ങനെ സ്വന്തം കുടുംബം, സ്വന്തം ജീവിതം, സ്വന്തം പണിയായിട്ട് നടന്നാലേ ഇതൊക്കെ അമ്പിയാക്കന്മാർക്കും ഉണ്ടായിരുന്നു, ഇതൊക്കെ സഹാബികൾക്കും ഉണ്ടായിരുന്നു. മിസ്അബിൻ ഉമൈർ എന്ന സഹാബി, അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി താഴെ വീണു. പതാക പിടിച്ച് ഇടത് കൈയിൽ പിടിച്ചു, അതിനും വെട്ടി കിട്ടി താഴെ വീണു. പിടിക്കാൻ കൈയില്ല. ആ താഴെ വീണ പതാകയിലേക്ക് കമിഴ്ന്നടിച്ച് വീണിട്ട് അത് ആ മുറിഞ്ഞ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ മിസ്അബിന് നെഞ്ചിലേക്ക് വിട്ടുകിട്ടി. അദ്ദേഹം മരിച്ചു വീണ് ഖുർആനിലെ ആയത്തോതിയിട്ട. മിസ്അബ് ചൊറുചൊറുക്കുള്ള യുവാവായിരുന്നു, സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സ്വർഗം മുന്നിൽ കണ്ടപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഇവരൊക്കെ നാളെ സ്വർഗം ശരീരം കാണിച്ച് രക്തം കാണിച്ച് ചോദിച്ചു വാങ്ങുമ്പോൾ നമുക്കിന്ന് യുദ്ധത്തിനൊന്നുള്ള അവസരമൊന്നുമില്ല. പക്ഷേ മാന്യമായി കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ട് അതിലേക്കൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, നമ്മൾ സാധാരണ പറയില്ലേ, ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് മാറിക്കണോലുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ചോളി. ഞാൻ എൻ്റെ ബാധ്യത നിർവഹണം എന്ന രൂപത്തിൽ പറഞ്ഞതാണ്.
ഖുർആൻ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും മാത്രമല്ല, അത് ദഅവത്ത് ചെയ്യലും നമ്മുടെ ബാധ്യതയാണ്. അതുകൂടി സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഈ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ചേർത്ത് വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഖുർആനിനോട് പൂർണ്ണമായ ബാധ്യത നിർവഹിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് എൻ്റെ ആളുകൾ എവിടെയെന്ന് ഖുർആനിൻ്റെ ആളുകളെ പ്രത്യേകം അല്ലാഹു വിളിക്കുമ്പോൾ അതിൽ രംഗമായി അല്ലാഹു നമ്മയും തിരഞ്ഞെടുക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ വിശ്വാസി വൃന്ദത്തിൽപ്പെട്ട പല ആളുകളും ശത്രുക്കളെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല എങ്കിലും പക്ഷേ ഇപ്പോഴും അവിടുത്തെ അവസ്ഥകൾ ഏറെ ഭീതിജനകമാണ്. പ്രത്യേകിച്ച് വിശിഷ്യ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇപ്പോഴും നമ്മൾ ഈ റമദാനിൻ്റെ രാവുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതീവ സങ്കടകരമായ വാർത്തകളാണ്. നമ്മെപ്പോലെ നോമ്പ് നോൽക്കേണ്ടുന്ന, ഇഫ്താറിന് പങ്കെടുക്കേണ്ടുന്ന, ശാന്തഗംഭീരമായി ഇതുപോലെയുള്ള സദസ്സുകളിൽ വന്നിരിക്കേണ്ടുന്ന കുട്ടികൾ തോക്കിൻ്റെ മുനമ്പുകളിൽ രക്തമൊലിക്കുന്നവരായി, അതുപോലെ തന്നെ വേദന കടിച്ചമർത്ത് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. അള്ളാഹു പ്രയാസം അനുഭവിക്കുന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്കെല്ലാം ശാന്തിയും സമാധാനവും സുരക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നാടുകളിൽ ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണകൂടത്തിൻ്റെ വല്ലാത്ത തള്ളിച്ച് നമ്മുടെ നാടുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് യാതൊരു ഭയവും ആ രംഗത്ത് വേണ്ടതില്ല. ആത്മാർത്ഥമായി തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക. അള്ളാഹു എല്ലാ ശത്രുക്കളെ കരങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗത്തിലൊരു വിശ്വാസിയുടെ മഖഅദും കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും റഹ്മാനായ റബ്ബ് റിസൾട്ട് കൊടുത്ത് തിരിച്ചു വിടുമ്പോൾ സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്നു പോകുന്ന മഹാവിജയികളിൽ, ഭാഗ്യവാന്മാരിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ഫിത്നകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ കഴിയും തോറും ഫിത്നകൾ കൂടുക എന്നുള്ളതല്ലാതെ കുറയില്ല. നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ, കുടുംബത്തെ, മാതാപിതാക്കളെ, സമൂഹത്തെ, നമ്മുടെ കൂട്ടുകാരന്മാരെ, നമ്മളുമായി പരിചയത്തിലുള്ള ആളുകളെ, ആദർശ രംഗത്ത് കടന്നു വരുന്ന, അതുപോലെ കുടുംബരംഗത്ത് കടന്നു വരുന്ന, മക്കളുടെ രംഗത്ത് കടന്നു വരുന്ന എന്തെല്ലാം ഫിത്നകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ, കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അതിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാം, അതിൽ നമ്മുടെ ആദർശ സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടാകാം, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കൂടെ ഇതുപോലെ ജുമഅക്ക് വരേണ്ടുന്ന, അതുപോലെ ഇഫ്താർ സംഗമങ്ങൾക്ക് വരേണ്ടുന്ന, ക്ലാസ്സുകൾക്ക് വരേണ്ടുന്ന, നോമ്പ് നോൽക്കേണ്ടുന്ന പല ആളുകളും ഇന്ന് രോഗത്തിൻ്റെ കിടക്കകളിലാണ്. മരുന്നിൻ്റെ മണവുമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.